എൻ്റെ മേഖലയെന്ന് വെച്ചാൽ ഞാൻ കുഞ്ഞിലെ തൊട്ട് എനിക്ക് സിനിമ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ അഭിനയമായിരുന്നു എനിക്ക്. ഇതെല്ലാവർക്കും ഉണ്ടാകുന്ന പോലെ അഭിനയം എൻ്റെ ഒരു മോഹമായിരുന്നു. അപ്പോൾ ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് ഞാൻ നേരെ സെൻറ്റർ ഫോർ ഫിലിം സ്റ്റഡീസ് എന്ന് വെച്ചിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടായിരുന്നു നന്തങ്കോട്. അവിടെ പോയി ഞാൻ ആക്ടിങ് കോഴ്സിന് ചേർന്നപ്പോഴത്തേക്ക് അന്ന് ഏഷ്യാനെറ്റിലുള്ള പത്മകുമാർ സാർ അവിടെ ഉണ്ടായിരുന്നു. പുള്ളി എന്നോട് പറഞ്ഞു, പക്ഷേ ആക്ടിങ് എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന കാര്യമാണ്. അത് കുറേശ്ശെ നമുക്ക് നേക്കിയെടുക്കാൻ പറ്റും. പക്ഷേ മനുഷ്യർ കാര്യം ചെയ്യും, ഒരു ടെക്നിക്കൽ സൈഡ് പഠിക്കാൻ പറഞ്ഞു പുള്ളി. അങ്ങനെയാണ് ഞാൻ ഡയറക്ഷനിലോട്ട് അന്ന് തിരിയുന്നത്. അങ്ങനെ പിന്നെ അത് പഠിച്ചിറങ്ങിയിട്ട് പിന്നെ ഞാനത് പിന്നെ ഒരു സീരിയലിൽ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് വിനേടിനെ പരിചയപ്പെട്ടു. വിനേടിനോടായിരുന്നു പിന്നെ ഞാൻ ഒരു 2000 വരെ ഒരു 17 സിനിമ വിനേടിനോടൊപ്പം ഞാൻ ചെയ്തു, അസിസ്റ്റൻ്റായിട്ടും അസോസിയേറ്റായിട്ടും. ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ കൂടിയും സിനിമയെ എനിക്ക് അടുത്തറിയാനും അടുത്ത് വർക്ക് ചെയ്യാനും പറ്റിയത് വിനേടിനോട് വർക്ക് ചെയ്തുകൊണ്ട് മാത്രമാണ്. കാരണം അതിൻ്റെ ഒരു പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ നമ്മളെ ഏൽപ്പിക്കും പുള്ളി. നമുക്കൊരു ധൈര്യമായിട്ട് ഒറ്റയ്ക്ക് പോയി ചെയ്യാനുള്ളൊരു ഡബ്ബിങ് ആയാലും എഡിറ്റിംഗ് ആയാലും എല്ലാം ചെയ്യാനുള്ളൊരു അങ്ങനെ എനിക്ക് അതിനുള്ളൊരു ധൈര്യം കിട്ടിയത് വിനേട്ടൻ്റെ അടുത്ത് തന്നെയാണ്. വിനേട്ടൻ ഒരിക്കലും എന്നെ വിടാത്തതല്ല. ശരിക്കും പറഞ്ഞാൽ വിനേട്ടൻ്റെ കൂടെ ഞാൻ വന്നതിന് ശേഷം വിനേട്ടന് ഇഷ്ടംപോലെ പടങ്ങളാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ലൊക്കേഷനിൽ ഒരു ഷൂട്ടിംഗ് കഴിഞ്ഞാൽ അവിടെ നിന്ന് തന്നെ എന്നെ നേരെ മദ്രാസിലേക്ക് വിടും. അവിടെ പോയി അതിൻ്റെ എല്ലാം കഴിഞ്ഞ് റിലീസാവുന്നതിൻ്റെ പ്രിൻറ്റും കൊണ്ടാണ് ശരിക്കും ഞാൻ ട്രിവാൻഡ്രം പോയി തിയേറ്ററിൽ പോയിട്ട്. അപ്പോൾ ഞാൻ ഷൂട്ടിങ്ങിന് ഒരുപാട് മുമ്പ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടാവും. അവിടെ നിന്ന് ഷൂട്ടിംഗ് കഴിഞ്ഞ് നേരെ മദ്രാസിൽ പോവുക. അന്ന് എല്ലാവർക്കും മദ്രാസിലാണ്. അത് കഴിഞ്ഞിട്ട് നേരെ പിന്നെ ട്രിവാൻഡ്രത്ത് തിയേറ്റർ വരും, റിലീസ് സെൻറ്റർ വരും. അവിടുത്തെ നൂൺ ഷോ മാറ്റ്നി ഇതിൻ്റെ റിസൾട്ട് വിളിച്ച് പറഞ്ഞിട്ടാണ് ഞാൻ വീട്ടിൽ പോവുക. വീട്ടിൽ പോയി കഴിഞ്ഞാൽ വീണ്ടും ഒരു 4-5 ദിവസം കഴിയുമ്പോൾ അടുത്ത വിനേട്ടൻ്റെ പടത്തിൻ്റെ ഡിസ്കഷൻ പരിപാടിയൊക്കെ ആവും. വീണ്ടും അങ്ങനെ പോകും. അപ്പോൾ വിനേട്ടൻ അന്ന് ബിസിയായിരുന്നു. കൂടെ ഞാനും ഉണ്ടായിരുന്നു. ബോംബെയിൽ നിന്നും ഒരു പെൺകുട്ടി ആദ്യമായി കേരളത്തിലേക്ക് വരിക അവളുടെ കസിനെ കാണാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അവൾ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല, പുള്ളി പരിചയമില്ല, സംസാരിച്ചിട്ടില്ല, ഒന്നുമില്ല. ആദ്യമായിട്ട് വരുമ്പോഴത്തേക്ക് പുള്ളിക്കാരനൊരു മെസ്സേജ് പുള്ളിക്കാർ അയച്ചു, ഞാൻ ഇങ്ങനെ വരുന്നുണ്ട്, എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞിട്ട്. നാട്ടിൽ വരുമ്പോൾ ഇവൻ്റെ ഫോൺ കിട്ടുന്നില്ല പുള്ളിക്കാരിക്ക്. അപ്പോൾ വഴിയിൽ വെച്ച് ഈ കസിൻ്റെ ഒരു ഫ്രണ്ടിനെ പരിചയപ്പെടുകയും അവൻ്റെ ബൈക്കിൻ്റെ പിറകിലിരുന്നുള്ള യാത്ര ചെയ്യുക ഇവനെ കണ്ടെത്താൻ വേണ്ടിയിട്ട്. ഈ യാത്രയ്ക്ക് ഇടയിലുണ്ടാകുന്ന സംഭവങ്ങളാണ് സിനിമ. അർച്ചന ശരിക്കും പ്രോജക്റ്റിലോട്ട് വരുന്നത് ശരിക്കും പറഞ്ഞാൽ ഞാനല്ലേ കാരണം അർച്ചന ഇതിൻ്റെ പ്രൊഡ്യൂസർ ശരിക്കും ബോംബെയിലാണ്. അപ്പോൾ അർച്ചന ഒരു ഫംഗ്ഷന് വേണ്ടി ബോംബെ പോയപ്പോൾ അവിടെ വെച്ച് പ്രൊഡ്യൂസർ പരിചയപ്പെടുകയും അവർ ഈ കഥ പറയുകയും ചെയ്തു അർച്ചനടുത്ത്. അപ്പോൾ അർച്ചനയ്ക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ അർച്ചനയ്ക്ക് അവരൊരു സ്ക്രിപ്റ്റ് വായിക്കാൻ കൊടുത്തു. എന്നിട്ട് ഇതിനൊക്കെ ശേഷമാണ് അവർ ഞാനുമായിട്ട് കോൺടാക്ട് ചെയ്യുന്നത് പടം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് മുന്നേ തന്നെ അവർ ശരിക്കും പ്രൊഡ്യൂസേഴ്സ് അവരുടെ കഥ പറഞ്ഞിരുന്നു. അപ്പോൾ ഞാനും ആ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ അർച്ചന അതിന് ആപ്റ്റാണെന്ന് എനിക്ക് തോന്നി. അർച്ചന ഫിക്സ് ചെയ്തു. അതായത് ഈ സബ്ജക്റ്റ് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇതൊരു പുതിയ പയ്യൻ ചെയ്താലും നന്നായിരിക്കും എന്നെനിക്ക് തോന്നിയിരുന്നു. അപ്പോൾ അത് പ്രൊഡ്യൂസർ സൈഡിൽ നിന്ന് 1-2 സജഷൻ വന്നിരുന്നു, ഇങ്ങനെ പുതിയ ആളാണ്, ഇങ്ങനെ 1-2 പേരുണ്ട്. അങ്ങനെ ഞാൻ ബോംബെ പോയിട്ട് എവിടെ തന്നെ കെയർ ഓഫിലൊരു പയ്യനെ ഈ രോഹിതിനെ ഞാൻ പോയി കാണുകയും പരിചയപ്പെടുകയും ഞാൻ ക്യാമറയിൽ കുറേ ഷൂട്ട് ചെയ്യുകയും ചെയ്ത് ഇൻ്റർവ്യൂസ് ഷൂട്ട് ചെയ്തപ്പോൾ എനിക്ക് ആ ക്യാരക്ടറിന് പറ്റിയ എന്തൊക്കെയോ ചില കാര്യങ്ങൾ ഈ പയ്യനിലുണ്ടെന്ന് എനിക്ക് തോന്നിയായിരുന്നു. അങ്ങനെ ഞാൻ എന്നെ ഫിക്സ് ചെയ്യണം ഇത്. അപ്പോൾ എന്നെ മാർക്കറ്റ് ചെയ്യാൻ എനിക്ക് അറിഞ്ഞൂടാന്ന് പറയുന്നത് സത്യമാണ്. പക്ഷേ സിനിമ മാർക്കറ്റ് ചെയ്യാൻ എനിക്കറിയില്ല എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം ഈ അഭിയും ഞാനൊന്ന് സിനിമയ്ക്ക് വേണ്ടി തന്നെ റിലീസിന് മുന്നേ ഒരാഴ്ച ഞാൻ ഉണ്ടായിരുന്നു. പിന്നെ എറണാകുളത്തുണ്ട് ഇതിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് ചാനലുകളിലെല്ലാം റെഡിയാവാനും മറ്റും അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് ശരിക്കും അവരോട് നമ്മുടെ കൂടെ നിൽക്കണം. ഈ പോസ്റ്റേഴ്സ് ഇറക്കുക, ഫ്ലെക്സ് ഉണ്ടാക്കുക എന്ന് പറയുന്നതൊന്നും എൻ്റെ കയ്യിൽ ഒതുങ്ങുന്നില്ല. നമുക്ക് പറയാനേ പറ്റുള്ളൂ. ഇത് ചെയ്യേണ്ടത് പ്രൊഡ്യൂസറും ഡിസ്ട്രിബ്യൂട്ടേഴ്സുമാണ്. അവിടെയുള്ളൊരു വീഴ്ചയാണ് അങ്ങനെ പറയുക. ശരിക്കും എനിക്ക് തോന്നുന്നു ചാനലുകളിൽ ഇതിൻ്റെ ഒരു പ്രൊമോഷൻ ഒരു കുറവുമില്ല. എല്ലാ ചാനലുകളും കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഈ സിനിമയെക്കുറിച്ച് തന്നെയാണ് വരുന്നത്. പിന്നെ എൻ്റെ പ്രൊമോഷൻ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ അസിസ്റ്റൻ്റായി വന്ന കാലം മുതൽ എനിക്ക് സെൽഫ് പ്രൊമോഷൻ എനിക്കറിയില്ല. ഞാൻ 2 പടം ചെയ്തെങ്കിലും ശരിക്കും എനിക്ക് തോന്നുന്നു ഇപ്പോഴും എന്നെ ആർക്കും അറിയില്ല അധികം. ഞാൻ ഇന്ന പടം ചെയ്താണെന്ന് പറയുമ്പോൾ നിങ്ങളാണോ ആ പടം ചെയ്തത് എന്ന് ചോദിക്കാറുണ്ട്. പ്രൊഡ്യൂസേഴ്സിനോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണത്. ഒരിക്കലും അത് ഞാൻ കാരണമല്ല എത്രയും ഡിലേ ചെയ്തത്. ഫസ്റ്റ് ഷെഡ്യൂൾ കഴിഞ്ഞു. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഈ പടം കഴിഞ്ഞ ഫെബ്രുവരി റിലീസ് ചെയ്യാൻ വേണ്ടി ഷൂട്ടിംഗ് തുടങ്ങിയത് പടമാണ്. ഈ ഫെബ്രുവരി അല്ല, അതിന് മുന്നേയുള്ള ഫെബ്രുവരിയിൽ. പക്ഷേ പ്രൊഡ്യൂസേഴ്സിൻ്റെ സാമ്പത്തികമായ പ്രശ്നങ്ങൾ കാരണം ഇതൊരു 3-4 ഷെഡ്യൂളുകളായിട്ട്
മാറി. പിന്നെ അതിന് പുറമെ ചെയ്തത് ട്രാവലിംഗ് സ്റ്റോറിയാണ്. ഒരു സ്ഥലത്ത് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് തീർക്കാൻ പറ്റില്ല, പല സ്ഥലങ്ങളിലായിട്ട് ചെയ്യണം. അപ്പോൾ ഇവരുടെ ഫണ്ട് വരുന്നതനുസരിച്ച് ഓരോ ഷെഡ്യൂളും ഓരോ ലൊക്കേഷനിലാക്കി തീർത്തു. ഞാൻ വിനയൻ്റെ അടുത്ത് 2000 മാറിയായിരുന്നു. വിനയൻ്റെ അടുത്ത് മാറിയിട്ട് ഞാൻ ആദ്യം ചെയ്യുന്നത് പിന്നെ PG വിശ്വംഭരൻ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തപ്പോൾ, അത് കഴിഞ്ഞിട്ട് ലോഹിയറിൻ്റെ കൂടെ വർക്ക് ചെയ്തു. പിന്നെ വിജി തമ്പി, അങ്ങനെ കുറേ ഡയറക്ടേഴ്സിൻ്റെ, ഐശശി, പിന്നെ പിന്നെ ഗിരീഷ്, OS ഗിരീഷ്, അങ്ങനെ കുറേ പേരോടെ ഞാൻ വർക്ക് ചെയ്തായിരുന്നു. വർക്ക് ചെയ്തതിന് ശേഷം എൻ്റെ ഒരു ഫ്രണ്ടാണ് ഒരു സബ്ജക്റ്റ് പറഞ്ഞു എൻ്റെ അടുത്ത്, ഇങ്ങനെ ചങ്ങാതിപ്പൂച്ച എന്ന് പറഞ്ഞൊരു കഥ ഒരു ത്രെഡ് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും, ചില പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളതിന് വേണ്ടി ഇരുന്നപ്പോഴത്തേക്ക് അതിനോട് തന്നെ റഷീദ് പക്ഷേ പുള്ളി ഖത്തറിലെ ബിസിനസ്സാണ്. പുള്ളി വരുന്നു, ആ കഥ കേട്ട് പുള്ളിക്ക് ഇഷ്ടപ്പെടുന്നു. അങ്ങനെയാണ് ആ സിനിമ ശരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ അതിൽ പ്രൊഡ്യൂസർ പുതിയതാണ്, അതിൻ്റെ റൈറ്റർ പുതിയതാണ്, ഞാൻ പുതിയതാണ്. എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഞാൻ ചെയ്ത സിനിമയുടെ ക്വാളിറ്റി കുറവുണ്ടാവാം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഞാൻ തൃപ്തിയോടെ ചെയ്ത സിനിമയാണ്, പക്ഷേ ജനത്തിന് മുന്നിൽ എത്തുമ്പോഴേ അതിന് വിലയിരുത്തപ്പെടുന്നുള്ളത് ഏത് നിലവാരത്തിലുള്ളതാണെന്നുള്ളത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട സിനിമയാണ്. ഇന്നും ചാനലുകളിൽ ആളുകൾ കണ്ടിട്ട് ഇപ്പോഴും, അത് ചാനലുകളിൽ എത്ര പ്രാവശ്യം വന്നു തന്നെ കണക്കില്ല, ഇപ്പോഴും ആരും കാണുമ്പോൾ എന്നെ വിളിക്കാറ്, ആ പടം വന്നു കേട്ടോ, എപ്പോഴും കാണാൻ രസമെന്ന് പറയാറുണ്ട്.